എവരിവൺ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സർക്കസ് കാണാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഓർമ്മയിൽ എൻ്റെ കുഞ്ഞനാളിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്കൊരു 5 വയസ്സ് 6 വയസ്സും കണ്ടിട്ടുള്ളത്. അപ്പോൾ പപ്പായും മമ്മിയും കൂടെ കൊണ്ടുപോയിട്ടുള്ള ഒരു സർക്കസാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം നമ്മുടെ പുതിയകാവിൽ ജംബോ സർക്കസ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ എറണാകുളത്ത് പല സ്ഥലത്ത് വന്നപ്പോഴും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എവിടെയാണ് പെരുമ്പാവൂരൊക്കെ വന്നപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നു കാണണം എന്നുള്ളത്. പക്ഷെ അന്നാലും എനിക്ക് പോകാൻ പറ്റിയില്ല. ഇപ്പം നമ്മുടെ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പം ഞങ്ങളിങ്ങനെ വന്നേക്കാണ് ഉത്സവം കാണാൻ വേണ്ടിയിട്ട്. ഉത്സവത്തിന് പോകാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ സർക്കസ് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ സർക്കസ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ടിക്കറ്റ് എടുക്കണം. 7 മണിക്കാണ് ഷോ തുടങ്ങുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് റിസൾട്ട് പറയാം കേട്ടോ. കാരണം കുഞ്ഞുനാളിൽ കണ്ട ഒരു സർക്കസ് ഇപ്പം കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ ജംബോ സർക്കസ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ സർക്കസ് എങ്ങനെയാണ്. ഇൻട്രോയിൽ പറഞ്ഞ കഥ പോലെ എൻ്റെ നാട് കണ്ണൂരാണ്. കണ്ണൂർ അരങ്ങമെന്ന് പറയുന്ന സ്ഥലമുണ്ട് ആലക്കോടിനടുത്ത്. ഈ അരങ്ങത്ത് അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ സമയത്താണ് അവിടെ ഈ സർക്കസ് ഒക്കെ വരാറുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ കണ്ണൂർ ഉണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7ാം ക്ലാസ് വരെയാണ്. അതിലെൻ്റെ പപ്പായുടെ നാടായ ഉദയഗിരി, പപ്പായുടെയും മമ്മയുടെയും നാടായ ഉദയഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അരങ്ങത്തേക്ക് വരാൻ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ അമ്പലത്തിൽ ഉത്സവവും അതുപോലെ പള്ളിപ്പെരുന്നാൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സർക്കസ് ഒക്കെ വരുമ്പോഴത്തേക്കും പപ്പ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഏകദേശം ഒരു 6 7 വയസ്സ്, കൂടി വന്നാൽ 10 വയസ്സിൻ്റെ താഴെ. അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് സർക്കസ് കാണാൻ വേണ്ടിയിട്ട് അതും ജംബോ സർക്കസ് കാണാൻ പോകുന്നത്. അന്ന് എൻ്റെ ഓർമ്മയിലുള്ള സർക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് കുറേ കരടിയും സിംഹവും ആനയൊക്കെ വരുന്നതായിട്ടുണ്ട്. അതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് കേട്ടോ. അത് എക്സ്പെക്റ്റ് ചെയ്ത് കുറേ നാളായിട്ടുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് പോകാം, ഇന്ന് പോവാമെന്ന്. അങ്ങനെ 150, 250, 300, 400 അങ്ങനെ ടിക്കറ്റ് റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആകെന്ന് പറഞ്ഞ 150 എടുത്താൽ മതി, പുറകിലിരുന്ന് കണ്ടാൽ മതി എന്ന്. അപ്പോൾ അവൻ ഏറ്റവും ഫ്രണ്ടിൽ പോകണമെന്നൊരു വാശി. 400 എടുക്കാനും 300 എടുക്കാനും ഞാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഈ 250 എടുക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറുകയാണ്. അപ്പം ഞങ്ങൾക്ക് 2 ടിക്കറ്റ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ 2 പേരും കൂടെ ഓടുക. അവിടെ കേട്ടോ 400 300 ടിക്കറ്റ് ഉള്ളത്. കേട്ടില്ല. മനസ്സിലായില്ല. 300 ടിക്കറ്റ് അങ്ങനെ ഉണ്ടായിരുന്നല്ലേ. ഇതിനകത്ത് കയറുമ്പോ ഇതാ എന്തൊക്കെയുണ്ടല്ലോ സർക്കസിന്റെ ആൾക്കാർ. ഇതാണ് കൂടാരം കേട്ടോ, സർക്കസ് കൂടാരം. എങ്ങോട്ട് നോക്ക് ഡാ, പുലിയൊക്കെ. ഇവിടെ എന്തൊക്കെയോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുറത്ത് പുലി, സിംഹം, ജിറാഫ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അകത്ത് ഇതിനെ ജീവനുള്ളത് കാണാലോ എന്നുള്ള രീതിക്കാണ് ഇത്രയും സന്തോഷിച്ച് ആർമതിച്ച് ചിരിച്ച് കളിച്ച് ഞാൻ അകത്തോട്ട് പോകുന്നത്. എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഓരോ കൗണ്ടറായിട്ട് കണ്ടോ 100 രൂപ, 150, 200, അങ്ങനെയുള്ള ടിക്കറ്റ് കൗണ്ടേഴ്സ്. അപ്പോൾ നമുക്ക് ഓരോ കയറി പോകാനും ഓരോ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ 250 ടിക്കറ്റിന്റെ ഇതിലൂടെ അകത്തോട്ട് കയറി പോവാണ്. ഇതാണ് സർക്കസ് നടക്കുന്ന ആ വലിയ കൂടാരം. അതിനകത്താണ് കേട്ടോ സർക്കസ് നടക്കുന്നത്. അങ്ങ് ശരിക്കും വ്യൂ കിട്ടുന്നിടത്ത് പോവാ. അങ്ങനെ ഇതാണല്ലേ. അപ്പൊ 150 അതോ? ഇത് 150 ബാക്കില്. ഇനി നമുക്ക് വോയിസ് ഓവർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സൗണ്ടായിരുന്നു പാട്ടിൻ്റെ. അവരോരോ സോങ്സ് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കയറിയപ്പോൾ ഭയങ്കര ത്രില്ലിങ്ങിലായിരുന്നു. ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന ബ്ലൂ ചെയറാണ് 400 രൂപയുടെ. അതിൻ്റെ തൊട്ട് പുറകിൽ ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് 300 രൂപ, ഞങ്ങളിരിക്കുന്നത് 250, അതിൻ്റെ ബാക്കിൽ 150. അങ്ങനെയായിരുന്നു. ഇപ്പം വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ അവൻ ആദ്യം വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല തിരക്കായിരിക്കും, കയറാൻ പറ്റില്ലെന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആകെ വളരെ കുറച്ച് പേരേ ഉള്ളൂ.
കയറി ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് പൈസ പോയ കാര്യം ഞങ്ങൾ അറിയുന്നത്. കാരണം ഞാൻ വഴിയെ പറയാം കേട്ടോ, ഞങ്ങളങ്ങനെ ഇരുന്ന് കുറച്ച് നേരം പട്ടിഷോ ഒക്കെ കാണിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് എന്തൊക്കെയോ കണ്ടു. അങ്ങനെ എൻട്രൻസ് ഇത് ഈ കാണുന്ന സർക്കസ് എന്ന് പറയുന്ന ആ സ്ഥലത്തു നിന്നായിരിക്കും ഓരോരുത്തരായിട്ട് 1 by 1 ആയിട്ട് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ആവേശത്തോട് നോക്കിയിരിക്കുക, ആദ്യം നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ആനയാണോ ഒട്ടകമാണോ ഒക്കെ വരുന്നതെന്ന്. പക്ഷെ നോക്കുമ്പോൾ കുറച്ച് ജോക്കേഴ്സ്, കുറച്ച് ആൾക്കാർ, മനുഷ്യന്മാർ കയറി ഓടിച്ചാടി വന്ന് ഇവർ 4-5 പേര് വന്നിട്ട് ഇതിനകത്ത് കയറി എന്തൊക്കെയോ സർക്കസ് കാണിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ ത്രില്ലടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ 2 വലിയ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റിൻ്റെ വെട്ടം കാരണം നമുക്ക് മര്യാദയ്ക്കൊരു വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. എനിവേ കുറച്ച് നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. കാരണം ഇവരിങ്ങനെ ഊഞ്ഞാലാടി ആടി ഓരോരുത്തരായിട്ട് അവരുടെ വന്ന് കയറി അവരുടെ ദേഹത്ത് മീൻസ് ഇപ്പുറത്ത് ഒരാൾ ആടുന്നുണ്ട്, അയാളുടെ കൂട്ടത്തിൽ ആടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം. അപ്പം ഞാൻ വെച്ചു ഓക്കെ, ഇനി ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇനിയും വരുന്നുണ്ടാകും, അടുത്ത എന്തോ വലിയ വലിയ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരും എന്ന് വിചാരിച്ച് ഞാൻ ആകാംക്ഷപൂർവ്വം ഇങ്ങനെ കാത്ത് ഇത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴൊക്കെയാണ് കാണുന്നത് ഇത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നു. ഇവർ 4 പേരും എന്തൊക്കെയോ കാണിച്ചതുപോലെ കുറച്ച് നേരം ആടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇവിടുത്തെ ഒരു ജോക്കർ ഉണ്ട്. ഇപ്പം വരാൻ പോകുന്ന പാവാട ഇട്ട മനുഷ്യൻ ഒരു ജോക്കറിനെ പോലെയാണ് അതിനകത്ത് ആക്ട് ചെയ്യുന്നത്. കാരണം ഇയാളുടെ ഒരു ആദ്യത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു പാൻറ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇയാൾ ഇതുപോലെ ആടി ചെന്നപ്പോഴത്തേക്ക് ആ പാൻറെ പിടിച്ച് വലിച്ച് താഴെ ഇട്ട് അത് കോമഡി ആയിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷേ ഞങ്ങൾക്കത് ശരിയൊന്നും വന്നിട്ടില്ല. അങ്ങനെ കുറേ നേരം ഇരുന്ന് ബോറടിച്ച് അപ്പം ഞാനിത് വീഡിയോ എടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. പക്ഷെ നമ്മൾ സർക്കസിന് പോകുന്നതും പ്ലീസ് അമ്പലത്തിൽ ഉത്സവത്തിന് പോകുന്ന വീഡിയോയും കൂടെ പോസ്റ്റ് ചെയ്യേണ്ടതുകൊണ്ട് കണ്ടൻറ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തതാട്ടോ. എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും. എൻ്റെ ഒരു ഐഡിയ, എൻ്റെ ഒരു ഊഹം എന്ന് വെച്ചിട്ട് ഈ ഊഞ്ഞാലാടി ഇപ്പോൾ ഇവർ 2 പേര് മാത്രമാണല്ലോ ഓരോരുത്തർ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെല്ലാവരും ഉണ്ടോ, ഇയാളാണ് ഇതിനകത്ത് കോമഡി പീസ് കേട്ടോ, ഈ പാവാടിയിട്ടാണ്. അയാൾ വെറുതെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ ഇനി ഓരോരുത്തരായിട്ട് വന്ന് ഇവരെല്ലാവരും ഒരുമിച്ച് ആടുമായിരിക്കും എന്നാണ് വിചാരിച്ചു. കാണുന്ന 5 പേര് ഒരുമിച്ച് വാല ആടും. ഇതൊക്കെ എൻ്റെ പ്രതീക്ഷകൾ മാത്രമായിരുന്നു എന്നും പിന്നെയാണ് മനസ്സിലായതാണ്ട. ഇയാൾ ഇങ്ങനൊരു കാട്ടായം കാണിച്ചു, അയാൾ അങ്ങ് വീണ് കഴിഞ്ഞിട്ട് അയാൾ എന്തൊക്കെയോ അവിടെ നിന്ന് ഉറക്കെ പറയുന്നൊക്കെ ഉണ്ട്. മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് കേൾക്കാനൊന്നും പറ്റുന്നില്ല. പിന്നെ അയാൾ വലിഞ്ഞു കയറുന്നു. പിന്നെ ലാഡർ മീൻസ് ആ കോണിക്കടി അല്ലാതെ കയറാതെ അയാൾ വെറുതെ വലിഞ്ഞു കയറുന്നു. കുറച്ച് നേരം അങ്ങനത്തെ കാണിച്ച് എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവൻ ചോദിച്ചു, എന്തെങ്ങനെ കാണണേ, ഈ ആനയും ഒട്ടകം ഒന്നും വരുന്നില്ല. ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ടെല്ലാം വരും. ഞാൻ അങ്ങനെ ഇവരുടെ പ്രകടനമൊക്കെ കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് ഇങ്ങേര് ചാടുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പ്രകടനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു ശരി ഇനി സെറ്റായിരിക്കും, വേറെ എന്തെങ്കിലുമൊക്കെ നല്ല അടിപൊളി കാണാമായിരിക്കും എന്ന് വെച്ചു. ഉണ്ടോ നിങ്ങൾ കണ്ടോ ലൈറ്റ് അവിടെ ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോസ് കുറച്ച് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കാണിച്ചു കൂട്ടിയ സർക്കസുകാരുടെ സർക്കസ് എല്ലാം കഴിഞ്ഞ് അവരെല്ലാവരും തിരിച്ചു പോവുകയാണ്. അപ്പം അവർ പോയി ഇനി അടുത്ത ആൾക്കാർ വരുന്നതും പ്രതീക്ഷിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇവരപ്പം തന്നെ സ്പോട്ടിൽ തന്നെ പെട്ടെന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് പേരുണ്ട്. ഇവർ പോകുമ്പോഴത്തേക്കും അടുത്ത ടീം അടുത്ത ആൾക്കാർ കയറി വരുന്നു. ഇതെല്ലാം കെട്ടിയിരിക്കുന്നതെല്ലാം മാറ്റി സെറ്റാക്കുന്നു. ഇതുണ്ടാവും ഓരോരുത്തർ വലിക്കുന്നു. അപ്പോഴത്തേക്കും അടുത്ത കുറച്ച് ജോക്കേഴ്സ് കയറി വന്നു കേട്ടോ. ഇതുപോലത്തെ എനിക്കിത് കഷ്ടം തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ. കണ്ടോ പുറകെ വരുന്ന ഒരു പ്രായമായിട്ടുള്ള ഒരു അങ്കിളിനെ കണ്ടോ, ഒരു പ്രായമായിട്ട് ആർക്കും നടക്കാൻ പോലും പറ്റില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കിതൊക്കെ കാണുമ്പം എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പണ്ട് ജോക്കർ എന്ന് പറഞ്ഞൊരു സിനിമയില്ലേ, ആ സിനിമയിൽ ദിലീപ് അവരെല്ലാവരും കൂടി കൂടിയിട്ട് അഭിനയിക്കുന്ന ആ ഒരു രംഗം എനിക്ക് ഓർമ്മ വരും. കാരണം ഇവരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ. ഭയങ്കര ബുദ്ധിമുട്ട്. അവരുടെ ജീവിതത്തിൽ സന്തോഷമാണ്. ഇപ്പം അവരെന്ന് മാത്രമല്ല കേട്ടോ, നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടെങ്കിലും എല്ലാവരും അതൊന്നും എക്സ്പ്രസ് ചെയ്യത്തൊന്നുമില്ല. നമുക്ക് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ പുറത്ത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും സന്തോഷിച്ച് ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കത്തില്ല. അതുപോലെ തന്നെ ഇവരാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഉള്ളിൽ ഒരുപാട് സങ്കടം ഉണ്ട്. എനിക്ക് ആ ജോക്കർ സിനിമ കണ്ട് ഞാൻ എന്തോരു തവണ കണ്ടിട്ടുണ്ടെന്നറിയോ, എന്തോരു തവണ കണ്ട് കരഞ്ഞിട്ടുണ്ടെന്നറിയോ. അപ്പോൾ പെട്ടെന്ന് ഇവർ വന്നപ്പോഴത്തേക്ക് എനിക്ക് അതാണ് ഓർമ്മ വന്നു കേട്ടോ. പിന്നെ അവർ ആ സൈഡിൽ കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഇതുപോലെ ഗേൾസ് കയറി വന്നു. അവരുടെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റണില്ല കേട്ടോ. കണ്ടോ അവർ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ലൈറ്റ്സ് ആണ്. പിന്നെ എനിക്ക് ആകെ ഇതിനകത്ത് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇവരുടെ ഒരു ട്രൈബൽ ഡാൻസ് ആണ്. ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ആഫ്രിക്കൻസ് ആണ്. ആഫ്രിക്കൻസ് വന്നിട്ട്
ഈ ഒരു 6 പയ്യന്മാരെങ്ങാണ്ട് ഉണ്ടായിരുന്നു. ഇവരുടെ ഡാൻസാണ്. പിന്നെ ഇത് ഈ കാണുന്ന ഡാൻസ് ഇവരും പെർഫോമൻസ് ആണ്. ഇതും പാട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കണ്ടുകൊണ്ടിരുന്നത് മൊത്തം ഞാൻ അതാണ് നിങ്ങളോട് പറയാൻ വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ഏതെങ്കിലും ഹിന്ദി റിയാലിറ്റി ഷോ ഇരുന്ന് കാണുന്നത് എങ്ങനെയുണ്ട് അതുപോലെയാണ് സർക്കസ് കൂടാരത്തിൽ ഞാൻ പോയി കണ്ട്. എൻ്റെ 250 രൂപ രണ്ടുപേരും കൂടെ 500 രൂപ പോയി എന്ന് വേണമെങ്കിൽ പറയാം. ആകെ അതിനകത്ത് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന് എനിക്ക് ഭയങ്കര ബോറടിച്ചു. ബിക്കോസ് നമ്മൾ ഹിന്ദി റിയാലിറ്റി ഷോ മാത്രമല്ല, ഇപ്പം മലയാളത്തിലുള്ള റിയാലിറ്റി ഷോസിലും ഇതൊക്കെ കാണുന്നുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട് 250 രൂപ. ഞാനപ്പോൾ അവനോട് പറഞ്ഞു 400 രൂപയുടെ ടിക്കറ്റ് എടുത്ത് മുന്നിൽ പോയി ഇരുന്നായിരുന്നെങ്കിൽ എന്തായിരിക്കുന്നു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയണേ 400 രൂപയ്ക്ക് ഞാൻ മുമ്പിൽ കയറി ഇരിക്കാന്ന് പറഞ്ഞത് മൃഗങ്ങളെയൊക്കെ നേരിട്ട് അടുത്ത് കാണാൻ പറ്റുമല്ലോ, അവരിനി അടുത്തോട്ട് വരുന്നത് കാണാലോ എന്നും വിചാരിച്ച് പോയതാണ്. അങ്ങനെ ആകെ നമ്മൾ ഇത്രയും കണ്ടപ്പോൾ തന്നെ നമുക്ക് ശരിക്കും മതിയായി. പിന്നെ ഇതുപോലെ കുറച്ച് പെൺപിള്ളേരും ആൺപിള്ളേരൊക്കെ വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. സർക്കസിക് പ്രകടനങ്ങൾ നടത്തുന്നു, പിന്നെ അവർ വേറെ അല്ലാത്ത പ്രകടനങ്ങൾ കാണിച്ചോണ്ടൊക്കെ ഞങ്ങൾക്ക് നല്ല ബോറടിച്ചു. ശരിക്കും അവൻ്റെ മുഖം കണ്ടാൽ അറിയത്തില്ലേ സർക്കസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. എനിക്കും ഇഷ്ടപ്പെട്ടില്ല, കൊള്ളൂല. കുറേ നേരം കൊണ്ട് പറയും നമുക്ക് ഇറങ്ങി പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, വെയിറ്റ് ചെയ്യാം, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ആക്ച്വലി സർക്കസിൻ്റെ ടൈം വരുന്നത് 2 മണിക്കൂറാട്ടോ. ആ 2 മണിക്കൂറും ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ഇതിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരെന്തൊക്കെയോ അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ആകെയുള്ള എൻ്റർടൈൻമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെയോ വരുന്നുണ്ട്, എന്തൊക്കെയോ സ്നാക്സുകളും കൊണ്ടുവരുന്നുണ്ട്. 50 രൂപയിൽ കുറഞ്ഞ 1 രൂപ പോലും അവിടെ ഇല്ല. പൈസ കൊടുത്ത് കണ്ടതുകൊണ്ട് ഞങ്ങളവിടെ വെറുതെ കണ്ടുകൊണ്ടിരുന്നു. എന്ത് കാണാനായിരിക്കണേന്ന് പോലും ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവാത്തതാണ്. അങ്ങനെ ഞങ്ങൾ ഒരു പോപ്കോണൊക്കെ വാങ്ങിച്ചു കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഇനി അതെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇവൻ കുറേ നേരമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇറങ്ങി പോവാം, നമുക്ക് അമ്പലത്തിൽ പോവാം, അവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ ഇതിനേക്കാളും ബെറ്റർ അതാ, പൈസ പോയി സാരില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റർടൈൻമെൻ്റ് എന്നും പറഞ്ഞിട്ട് ഇവർ ഓരോരോ സ്നാക്സും കൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ പോപ്കോൺ അല്ലേ, അതിന് മുന്നേ പഞ്ഞിമിഠായും കൊണ്ട് വന്നു, അതിന് മുന്നേ വെള്ളം കൊണ്ട് വന്നു. എല്ലാത്തിനും 50 രൂപ കുറവിൽ ഒന്നും കിട്ടില്ല. എനിക്കാകെ സമാധാനമായ ഒരൊറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നു, ഈ കാണുന്നത്. കുറച്ച് ഡോഗ്സിനെയും കൊണ്ട് ആ ചേട്ടൻ വന്നു. പക്ഷേ എനിക്ക് അയാൾ കാണിച്ചതൊന്നും അല്ലാട്ടോ ഇഷ്ടപ്പെട്ടത്. പാവം അതുങ്ങൾ കിടന്ന് കാണിക്കണ കണ്ടിട്ടാണ് എനിക്ക് ആകെ ഇഷ്ടപ്പെട്ട ഈ സർക്കസിൽ ആകെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പട്ടികൾ. അവരെ ഇങ്ങോട്ട് വിളിച്ചപ്പോഴത്തേക്ക് അവർ തിരിച്ച് അങ്ങോട്ട് ഓടുന്നു. അതുപോലെ കുറച്ച് കാട്ടാൻ നല്ല രസമുണ്ടായിരുന്നു, ക്യൂട്ടായിരുന്നേ. ഇത് മാത്രം. പിന്നെ ഇത് മാത്രമല്ല, ഒരു കാര്യം കൂടെ ഇഷ്ടപ്പെട്ടു, അതും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഗൈസ്, നിങ്ങളൊക്കെ സർക്കസിന് പോയിട്ടുണ്ടോ? നിങ്ങൾ ഇതിന് മുന്നേ കണ്ട സർക്കസ് ഇങ്ങനെ ആയിരുന്നു എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കറിയില്ല. ഞാൻ പറയില്ലേ, കുഞ്ഞുനാളിൽ കണ്ട സർക്കസിന് ശേഷം ആദ്യമായിട്ടാണ് സർക്കസ് കാണുന്നത്. അപ്പം എനിക്കറിയില്ല ഇങ്ങനെ തന്നെയാണോ ഇപ്പോഴത്തെ സർക്കസ് എന്നൊന്നും അറിയത്തില്ലാത്തത് കൊണ്ട്, ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ആണ് ചോദിക്കണം കേട്ടോ. നിങ്ങളൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഈ ചേട്ടൻ ഇതുപോലെ ഒരു 4 പട്ടികളെയും കൊണ്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പാവം പട്ടി, അയ്യോ അത് ചിരിച്ചോണ്ട് നടക്കുന്നുണ്ട്. ആ ചേട്ടനെ നോക്കി ചിരിച്ച് ഉന്തിക്കൊണ്ട് കിടക്കുക. ആദ്യം ഇതൊരു റൗണ്ട് ഉന്തിക്കൊണ്ട് വന്നു കേട്ടോ. പിന്നെ അതങ്ങനത്തെ നിർത്തിയിട്ട് തിരിച്ചു പോവുക, അപ്പുറത്തേക്കുന്ന പട്ടികളെ നോക്കിയിട്ട് തിരിച്ചങ്ങോട്ട് പോവുക. അപ്പോൾ ആ ചേട്ടൻ കൂട്ടിക്കൊണ്ട് വന്നു. പിന്നെ ഇതിങ്ങനെ ആക്കിയിട്ട് ആ ബലൂൺ പൊട്ടിച്ചു കളയും. ശരിക്കും പറഞ്ഞാൽ ഞാനിതെല്ലാം വോയിസ് ഓവർ ചെയ്യുന്ന ഇതെല്ലാം പാട്ടിട്ടുണ്ട് കേട്ടോ. കോപ്പിറൈറ്റ് കിട്ടുന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം കളഞ്ഞത്. പിന്നെ ഇതുപോലെ കുറച്ച് തരുണീ മണികൾ ഉരുണ്ട് ചാടി വന്നിട്ട് അവരെന്തൊക്കെയോ പെർഫോമൻസ് കാഴ്ചവെച്ചു. അതിന് ശേഷം ഇവർ പോവുകയാണ്. ഇവർ കാണിച്ചതും ഈ വായിൽ എന്തോ സാധനം കടിച്ചു പിടിച്ചിട്ട് മുകളിൽ പോയിട്ട് കറങ്ങുക, അങ്ങനത്തെ കുറേ ബഹളങ്ങളൊക്കെയാണ് ഇവരും കാണിച്ചത്. കണ്ടോ, ഇതൊക്കെ കടിച്ചു പിടിച്ചിട്ട് അവർ ഇതുപോലെ കറങ്ങും. എന്നിട്ട് മുകളിൽ കയറിയിട്ട് കിടന്ന് കറങ്ങും. കിടാന്നൊന്നും കറങ്ങി താഴെ വരും. അങ്ങനെ ഇവരുടെ ഇതുപോലത്തെ കുറച്ച് പെർഫോമൻസ്. ലൈറ്റ് കാരണം നിങ്ങൾക്കൊന്നും കാണുന്നില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ അവരും കഴിഞ്ഞു, അവരും തിരിച്ചുപോയി. പിന്നെയും ഓരോന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഓരോരുത്തർ വന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു. അവസാനം ഒരു ജോക്കർ വന്നു കേട്ടോ. ജോക്കറും വന്നു. ഇയാൾ ഇതുപോലത്തെ ഒരു വലിയ മെഷീനിൽ കയറി നടക്കുന്നതൊക്കെ കണ്ടപ്പോൾ ശരിക്കും ബോറടിച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും ബോറടിച്ചു. എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക തകർന്നു കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ഇരിക്കുക. ഓക്കെ, പൈസ പോയതല്ലേ, എന്തായാലും ഇരുന്നേക്കാന്ന് വിചാരിച്ച് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് ആകെ കൂടി അടുത്ത ഇഷ്ടപ്പെട്ട ഒരു കാര്യം മരണക്കിണർ. നമ്മളെല്ലാവരും, ഞാൻ ഈ
ഉത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് കയറി കാണുന്ന ഒരു സാധനം കേട്ടോ. അതുകൊണ്ട് തന്നെ അത് ഒന്ന് നോക്കിക്കൊണ്ടിരുന്നു. എനിക്ക് ഈ ബൈക്കും സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ട് അത് കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കില്ലേ, നല്ല രസമല്ലേ, നമ്മൾ കാണാം കേട്ടോ. ബാല കാണാൻ വന്നു, സോറി, സർക്കസ് കാണാൻ കയറിയതാ. എൻ്റെ സ്വപ്നത്തിലെ സർക്കസ് ഇങ്ങനെയല്ലായിരുന്നു. ഇവരെന്താ കാണിക്കണേ, കുറെ ഡാൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ഇതില് ആനയൊക്കെ വരുന്നുണ്ട്, അത് കുഞ്ഞിലെ സർക്കസ്. ആക്ച്വലി എന്തൊരു കോമഡി നടക്കുന്നുണ്ട്, എല്ലാരും ചിരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ചിരി വരുന്നില്ല. 2 ജോക്കേഴ്സ്. എനിക്ക് സീരിയസ് ആയിട്ടാണല്ലോ തോന്നുന്നു. എനിക്ക് എന്താ തോന്നുന്നത്, സീരിയസ് ആയിട്ടാണ് കോമഡി ആയിട്ടാണ്. വലിയ എക്സ്പെക്ടേഷനിൽ വന്നതാ, പക്ഷെ റിയാലിറ്റി എന്താന്ന് കാണിച്ചു തരാട്ടോ. കണ്ടോ, ഇതാണിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെന്താ കാണിക്കണേ കണ്ടോ. ഇതാണ് അവിടെ നടക്കുന്നത്. ജോക്കേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെ ആഫ്രിക്കൻസ് വന്നു. ആക്രോബാറ്റിക്സ് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഇത് നമുക്ക് സ്റ്റേജിൽ പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുന്നില്ല, ആ ലൈറ്റ് കാരണം. നമ്മുടെ കണ്ണിനും ഭയങ്കര പ്രശ്നമാണ്. ക്യാമറയിൽ ഇത്രയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ക്ഷമ ഇനി എനിക്ക് പരീക്ഷിക്കാൻ വയ്യ, ഞാൻ പോകുവാണെന്നും പറഞ്ഞിട്ട്, ഞാൻ പുറത്തുണ്ടാവും, നീ വരുന്നെങ്കിൽ വാ, ഇല്ലെങ്കിൽ നമുക്ക് നീ കഴിഞ്ഞിട്ട് ഇറങ്ങി വായോ. അപ്പോഴും ഞാൻ പറഞ്ഞു, എടാ അവസാനമെങ്കിലും ഒരാനയെങ്കിലും വരുമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു, എൻ്റെ വെയിറ്റിംഗ് വെറുതെ ആയിരുന്നു. നാടകമായി പോയല്ലോ കർത്താവേ. എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിയ സർക്കസ് നാടകം എന്നിപ്പോൾ പറഞ്ഞേനെ. നാടകം പോലെ, റിയാലിറ്റി ഷോ പോലെ കഴിഞ്ഞ് തിരിച്ചിറങ്ങുകയാണ്. ആകെ എൻ്റെ മുഖത്ത് കാണാൻ പറ്റും പൈസ പോയതിൻ്റെയും ഞാൻ പ്രതീക്ഷിച്ചതല്ലാത്തതിൻ്റെയുമായ വിഷമം എൻ്റെ മുഖത്ത് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ എടുത്ത വീഡിയോ ഞാൻ അറിയാതെ സ്ലോ മോഷൻ ആയിപ്പോയായിരുന്നു കേട്ടോ. എക്സ്പെക്ടേഷൻ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? സർക്കസിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇറങ്ങിപ്പോന്നതാ. എങ്ങനെയുണ്ടായിരുന്നു സർക്കസ്? സർക്കസ് ആയിരുന്നു, നാടകമായിരുന്നു അവിടെ അരങ്ങേറി. ആ റിയാലിറ്റി ഷോ പോലെ ഉണ്ടായിരുന്നു. എവിടെ പോണേ? വണ്ടി എവിടെയല്ലേ? അതിലാണോ പോണേ? ഏതിലേ പോണേ? ഇതിൽ പോകാൻ പറ്റുമോ? അമ്പലത്തിലേക്കുള്ള വഴിയല്ലേ? സത്യത്തിൽ ശരിക്കും പണിവാളി. 150 രൂപയുടെ ടിക്കറ്റ് ഉണ്ട്, 250 രൂപയുടെ ഉണ്ട്, 300 രൂപയുടെ ഉണ്ട്, 400 രൂപയുടെ ഒക്കെ എടുത്ത ടിക്കറ്റ് എടുത്തവര് ശരിക്കും മൂഞ്ചി. നാടകമായി പോയി. റിയാലിറ്റി ഷോയാണോ നാടകമാണോ എന്താണെന്നൊന്നും മനസ്സിലായില്ല. അപ്പൊ ഇനിയിപ്പോ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഉത്സവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഉത്സവം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് പോകാം, അതെങ്കിലും നടക്കട്ടെ. തൃപ്പൂണിത്തുറ ഈ അമ്പലം ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഞാൻ അല്ലാതെ ഇതിലേക്കിടയൊക്കെ പോകുമ്പോൾ അമ്പലം ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഭയങ്കര അത്തച്ചമയും ഭയങ്കര പരിപാടിയൊക്കെ നടക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അമ്പലത്തിൽ പരിപാടിക്കായിട്ട് പോകുന്നത്. നല്ല ലൈറ്റ്സിങ്, ഒന്ന് പോയി നോക്കട്ടെ. സർക്കസിന് പോയിട്ട് എക്സ്പെക്ടേഷൻ വിത്ത് റിയാലിറ്റി ആയിരുന്നു. ബിക്കോസ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ശോകമായിരുന്നു. എന്തൊക്കെയോ കാണിച്ചു. എൻ്റെ സ്വപ്നത്തിലെ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കസ് എന്ന് പറഞ്ഞാൽ പുലി വരും, ആന വരും, സിംഹം വരും, അതൊക്കെ വരുന്നു. ഇതൊരു പുലി പോയിട്ട് ഒരു 2 പട്ടിക്കുഞ്ഞിനെ കണ്ടു, അല്ലാണ്ട് വേറെ ഒന്നും കണ്ടില്ല. അപ്പം പിന്നെ എന്തായാലും ഇറങ്ങിയതല്ലേ. അപ്പോൾ തൃപ്പൂണിത്തുറയിൽ ഉത്സവം നടക്കുകയാണ്.
തൃപ്പൂണിത്തുറ ഉത്സവം നടക്കുക, നല്ല തിരക്ക്. അപ്പം അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ചുമ്മാ ഒന്ന് കറങ്ങി കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. അപ്പം എന്തായാലും ആ വീഡിയോ അവിടെ വെച്ചിട്ട് ഇവിടുന്ന് കണ്ടിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് വെച്ചു. നല്ല തിരക്കുണ്ട് കേട്ടോ. കാരണം 2 ദിവസം നല്ല മഴയായതുകൊണ്ട് ഇവിടെ ഒന്നും ആർക്കും അങ്ങനെ വരാനൊന്നും പറ്റിയില്ല. അതാണ് അറിഞ്ഞത്. പിന്നെ മാത്രമല്ല ഇത് തീരുന്നതിൻ്റെ ഈ ഉത്സവം തീരുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ഓൾറെഡി ഇവിടെ വരണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. അപ്പം ഇന്നാണ് എല്ലാത്തിനും ഉള്ള സമയം കിട്ടിയത്. ഞങ്ങൾക്ക് ഈ പോയപ്പം ഭയങ്കര രസമാണ്. കാരണം ഒന്നാമത് തിരക്കായതുകൊണ്ട് നമുക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ലൈറ്റും കാര്യങ്ങളും 2 സൈഡിലും ഒരുപാട് കട. എനിക്ക് ഈ അമ്പലത്തിലെ പരിപാടി, ഉത്സവങ്ങൾ, അതുപോലെ ക്രിസ്മസ് പള്ളിയിലത്തെ ക്രിസ്ത്യൻ പള്ളിയിലത്തെ പരിപാടികൾ, ക്രിസ്മസ് പരിപാടി അങ്ങനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. 2 സൈഡിലും ഒരുപാട് കടകളും ഒരുപാട് സാധനങ്ങളും. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത തിരക്കും. ഞങ്ങൾ അങ്ങനെ നേരെ അങ്ങ് ഫ്രണ്ടിലെത്തി കേട്ടോ, അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. എനിക്ക് കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ ഈ തിരക്ക് കണ്ടില്ലേ, ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് കയറാനൊരു മടി. ഒരുപാട് ക്യൂ നിന്ന് കയറണമെന്നുണ്ടായി. സോ അതുകൊണ്ട് ഇനി അടുത്തൊരു തവണ അമ്പലത്തിലേക്ക് മാത്രമായിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം വന്നൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് വന്നു. പക്ഷേ അവിടെ ഒന്നും പോകാൻ പറ്റില്ല കേട്ടോ വീഡിയോ എടുത്തിട്ട്. പ്രാർത്ഥിക്കുകയാണോ? തൃപ്പൂണിത്തുറ പാലസിൻ്റെ അടുത്തുള്ള അമ്പലമായതുകൊണ്ട് തന്നെ തൃപ്പൂണിത്തുറ അമ്പലം ഭയങ്കര ഫേമസ് ആണ്. കുറേ പേര് കേട്ടിട്ടുണ്ടാവും, കുറേ പേര് കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഞാൻ പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ തൃപ്പൂണിത്തുറയിൽ ഒരു പരിപാടിക്ക് വരുന്നത്. ഞാൻ ഓണത്തിൻ്റെ സമയത്തൊക്കെ പോകണമെന്ന് വിചാരിച്ചിരുന്നു, നടന്നില്ല അന്ന് പരിപാടി, എനിക്ക് പ്രോഗ്രാംസൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ നടക്കുന്ന ചുറ്റുവട്ടത്ത് ഇതുപോലെ എനിക്ക് എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വരാം. ഇന്ന് ഞാൻ സർക്കസിന് പോയി. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഓരോ സ്ഥലങ്ങളൊക്കെ ഈ ബലൂണ്, വളം, മാല, നല്ല സാധനങ്ങളൊക്കെ കാണുമ്പോൾ പണ്ട് കുഞ്ഞു നാളിൽ പപ്പയും മമ്മിയുടെയും കൂടത്തിൽ പോകണ കുക്കുകളൊക്കെ എനിക്ക് പിന്നെയും വന്നുകൊണ്ടിരിക്കുക. ഞങ്ങളപ്പോൾ ഇതിലേക്കിടയൊക്കെ കയറി നോക്കി. ഞാനൊരു സാധനം നോക്കാൻ കയറിയതാട്ടോ, കണ്ടില്ല. പിന്നെ അവസാനം കടല വാങ്ങിച്ചു. സർക്കസിൽ പോകരുത്. ആ അണ്ണനോട് പറയാ, പുതിയ കാവിലെ ഒരു സർക്കസ് ഉണ്ട്, സർക്കസിന് ഒരിക്കലും പോകരുത് എന്നൊക്കെ. സത്യം. ആ പോലീസുകാർ എന്തിനാണ് അവരെ വഴക്ക് പറഞ്ഞതെന്നറിയാമോ? ഭയങ്കര തിരക്കല്ലേ, നടക്കാൻ പോലും പറ്റാത്ത സ്ഥലത്ത് ഈ വളയും മാലയും ബലൂണൊക്കെ വിൽക്കാൻ വന്നിട്ടുള്ള പുറത്തുള്ള ആൾക്കാരില്ലേ, നോർത്ത് ഇന്ത്യൻസ്, ബംഗാളികൾ, ആൾക്കാരൊക്കെ വന്നിട്ട് നടുക്കുകൊണ്ട് ആ സാധനം കുത്തി വെച്ചിട്ട് ആൾക്കാർക്ക് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. അപ്പോൾ പോലീസുകാർ നടക്കാൻ പോലും സ്ഥലമില്ല, അപ്പോഴാണ് അവരെ അടുത്ത് മുമ്പിൽ കൊണ്ട് വയ്ക്കണമെന്ന് പറഞ്ഞിട്ട്. ഞങ്ങളപ്പോൾ തിരിച്ചു പോവാട്ടോ, ഇറങ്ങാം. തിരിച്ചു പോവാ പള്ളിയിൽ നിന്നൊക്കെ, അമ്പലത്തിൽ നിന്ന്. ഭയങ്കര തിരക്ക്. നാളെയും കൂടെ ഉള്ളൂ. ചിലപ്പോൾ പച്ചയാണെങ്കിൽ നാളെ മമ്മീനെ കൊണ്ടൊന്ന് വരണം. ഭയങ്കര തിരക്ക് കാരണം ഞങ്ങൾക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല, ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. കടല മാത്രം വാങ്ങിച്ചു. നിങ്ങൾ കണ്ടില്ലേ? നമ്മളിനി എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിത് വേണം, ബലൂൺ വേണം. പണ്ടത്തെ ഓർമ്മ ബലൂൺസ് എങ്കിലേ. നോ നോ na ഹായ് ഹായ് എന്നാ വേണ്ടെന്നടാ. ഓക്കെ ബൈ, ടാറ്റാ ടാറ്റാ. തരാൻ ना ना बाय बाय टाटा टाटा.
അങ്ങനെ ആ കൊച്ചിനോട് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഹിന്ദിയിൽ. എനിക്കൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് ഞാനും എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ വന്ന് എം ജി റോഡ് വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. എനിക്ക് നോമ്പായതുകൊണ്ട് ചിക്കൻ ബീഫ് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല. ദേശീയ ഭക്ഷണം പൊറോട്ട, നോമ്പായതുകൊണ്ട് ചില്ലി ഗോപി കഴിക്കാം. ചൂടോ ചൂടോ. ഞാനിപ്പം തിരിച്ച് ഫുഡൊക്കെ കഴിച്ച് കലൂര് പള്ളിയിൽ വന്നു. ഞാൻ വീട്ടിലേക്ക് പോവാട്ടോ ഇനി. അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാം ഫ്ലോപ്പായി പോയ ഒരു വീഡിയോ ആയിരുന്നു. കാരണം സർക്കസിന് പോയി നിങ്ങൾ കണ്ടു. ഒന്നാമത് ബാക്ക് ലൈറ്റ് അടിച്ചിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ലായിരുന്നു സർക്കസ് ഉണ്ടായിരുന്നത്. അപ്പം അതൊന്ന് ഫ്ലോപ്പായി. പിന്നെ അമ്പലത്തിലെ പരിപാടി കാണാൻ പോയി. ആ പരിപാടിക്കാണെന്നുണ്ടെങ്കിലും ഭയങ്കര തിരക്കായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റില്ല. പിന്നെ ഫുഡും കഴിച്ചു. സമയം 12 മണിയായി. വീട്ടിലേക്ക് പോവാണ്. അപ്പം പള്ളിയിൽ നിന്ന് കലൂര് പള്ളിയിൽ വന്ന് കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചു. പോവാം. അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു ദിവസം വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.